ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ഇലോൺ മസ്ക്. പക്ഷേ ഇന്നേ വരെ ലോകത്തിൽ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കോടീശ്വരനായ ആൾ ആരാണ്? അത് ബിൽഗേറ്റ്സ് ആണോ? അല്ല. അത് ജോൺ ഡി റോക്സിഫെല്ലർ ആണോ? അല്ല. ഇലോൺ മസ്ക് ആണോ? അല്ല. അദ്ദേഹത്തിന്റെ പേരാണ് മാൻസ മുസ. അദ്ദേഹം ഒരു ആഫ്രിക്കൻ എംപറർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രത്തോളം വെൽത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ബിൽഗേറ്റ്സിന്റെ കയ്യിലും എലോൺ മസ്കിന്റെ കയ്യിലും എത്രത്തോളം വെൽത്ത് ഉണ്ട്, അത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം രൂപയായിരിക്കും എന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബിൽഗേറ്റ്സിന് ഏകദേശം 120 to 130 ബില്യൺ USD ആസ്തി ഉണ്ട്. അത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ ഏകദേശം 10 ലക്ഷം കോടിയോളം വരും. നെക്സ്റ്റ്, ഇലോൺ മസ്കിന് ഏകദേശം 240 to 250 ബില്യൺ US വരും. ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ 20 lakhs crores, ഏകദേശം 20 ലക്ഷം കോടിയോളം ആസ്തിയായിട്ട് വരും. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ റിച്ചസ്റ്റ് മാൻ ആയിരുന്ന ആഫ്രിക്കൻ എംപററായ അദ്ദേഹത്തിന് എത്ര ആസ്തി ഉണ്ടായിരുന്നു, അത് ഇന്ത്യൻ മണിയിലേക്ക് എത്തുമ്പോൾ എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പല സ്റ്റഡീസും പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ആസ്തി അത് നമുക്ക് അൺകൗണ്ടബിൾ ആണ്, ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിന് അധികമാണെന്ന് പറയുന്നത്. ചില തിയറീസ് പറയുന്നു ഏകദേശം അദ്ദേഹത്തിന് 400 to 500 ബില്യൺ USD ആസ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ ഏകദേശം 42 ലക്ഷം കോടിക്ക് മേലെ വരും.